പൊതുജനങ്ങൾക്ക് ആവശ്യമായ ആരോഗ്യ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കി ദേശീയ അംഗീകാര നിറവിൽ കൊണ്ടാഴി സർക്കാർ മാതൃക ഹോമിയോപ്പതി ഡിസ്പെൻസറി. കൊണ്ടാഴി സർക്കാർ മാതൃക ഹോമിയോപ്പതി ഡിസ്പെൻസറി NABH എൻട്രി ലെവൽ സർട്ടിഫിക്കറ്റ് യോഗ്യത നേടി. ആരോഗ്യ സേവനങ്ങൾ, അടിസ്ഥാന സൗകര്യങ്ങൾ, രോഗപ്രതിരോധ പ്രവർത്തനങ്ങൾ, യോഗ പരിശീലനം, സ്ത്രീകളുടെയും കുട്ടികളുടെയും ആരോഗ്യ പരിചരണം, മരുന്ന് സംഭരണവും വിതരണവും, ശുചിത്വ പരിപാലനം, ഭിന്നശേഷി സൗഹൃദം, പാലിയേറ്റീവ് പരിചരണം, രജിസ്റ്ററുകളുടെ കൃത്യത ഇവയെല്ലാം പരിഗണിച്ചാണ് കേന്ദ്ര വിദഗ്ധ സംഘം NABH എൻട്രി ലെവൽ സർട്ടിഫിക്കറ്റ് അനുവദിച്ചത്. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K. ശശിധരൻ മാസ്റ്റർ അംഗീകാര മികവിനെ കുറിച്ച് സംസാരിക്കുന്നു. കൊണ്ടാഴി ഗ്രാമപഞ്ചായത്തിലെ സൗത്ത് കൊണ്ടാഴിയിൽ പ്രവർത്തിക്കുന്ന ഹോമിയോ ഡിസ്പെൻസറിക്ക് NABH സർട്ടിഫിക്കേഷൻ അംഗീകാരം ലഭിച്ചു എന്നുള്ള വിവരം എല്ലാവരെയും ഈ സന്ദർഭത്തിൽ സന്തോഷപൂർവ്വം അറിയിക്കുകയാണ്. ഒരു മികവിൻ്റെ കേന്ദ്രമായി മാറുന്നു എന്നുള്ളതാണ് NABH അംഗീകാരം ലഭിക്കുന്നു എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടെ ഒരു രോഗി വന്നു കഴിഞ്ഞാൽ ആ രോഗിക്ക് വേണ്ട അടിസ്ഥാന കാര്യങ്ങൾ മുഴുവൻ തന്നെ, അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ തന്നെ ഒരുക്കിയതിന് ശേഷം മാത്രമാണ് ഒരു വിദഗ്ധ സംഘം വന്ന് പരിശോധിച്ച് ആ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ നമുക്ക് ഈ അംഗീകാരം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. അപ്പോൾ ഇനി അവിടുന്ന് നമ്മുടെ ഡോക്ടർ, അതുപോലെ തന്നെ ഫാർമസിസ്റ്റ് ഉൾപ്പെടെയുള്ള എല്ലാവരിൽ നിന്നും മികച്ച സേവനം ലഭ്യമാക്കണം എന്നുള്ളതാണ് ഇതുകൊണ്ട് അർത്ഥമാക്കുന്നത്. അവിടെ ഇരിപ്പിടങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റേ രജിസ്ട്രേഷൻ സൗകര്യങ്ങൾ വളരെ കൃത്യമായി തയ്യാറാക്കിയിട്ടുണ്ട്. മരുന്ന് വിതരണത്തിനുള്ള ക്രമീകരണങ്ങളെല്ലാം തന്നെ വളരെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇതിലേക്ക് വേണ്ട അടിസ്ഥാന സൗകര്യങ്ങൾ തരാൻ നാട്ടുകാർ തന്നെ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. അലമാര, ഇരിപ്പിടം തുടങ്ങിയതൊക്കെ തന്നെ വിവിധ ആളുകളുടെ സഹായത്തോടു കൂടിയാണ് ലഭ്യമാക്കിയിട്ടുള്ളത്. ഇനി നമുക്കത് ജനകീയ ആസ്പത്രിയാക്കി മാറ്റേണ്ടതുണ്ട്. അവിടെ വരുന്ന എല്ലാവർക്കും വളരെ സൗകര്യത്തോടു കൂടി സൗകര്യപ്രദമായി ചികിത്സ ലഭിക്കുകയും ഒരു ആരോഗ്യ മേഖലയിൽ അതൊരു നാഴികക്കല്ലായി മാറ്റുന്നതിന് വേണ്ട ക്രമീകരണങ്ങളും ചെയ്യാൻ കൊണ്ടാഴി ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി മുൻകൈ എടുത്തിട്ടുണ്ട്. അതിനനുസരിച്ച് അവിടുത്തെ സ്റ്റാഫ് പ്രവർത്തിക്കാൻ തയ്യാറായിട്ടുണ്ട്. വരും വർഷങ്ങളിൽ അവിടേക്ക് വേണ്ട ഫണ്ടുകൾ വേണ്ടത്ര വകയിരുത്താൻ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു ജനകീയ ആശുപത്രി എന്ന നിലയിൽ ആരോഗ്യ മേഖലയിൽ ഏറ്റവും കൂടുതൽ സൗകര്യപ്രദമായ ഒരു ആശുപത്രിയായിട്ട് മാറ്റുന്നു എന്നു മാത്രമല്ല, തൃശ്ശൂർ ജില്ലയിലെ 3-4 ഹോമിയോ ഡിസ്പെൻസറികളിൽ മാത്രമാണ് ഈ NABH അംഗീകാരം ലഭിച്ചിട്ടുള്ളത്. അതിലൊന്ന് സൗത്ത് കൊണ്ടാഴിയിലേതാണ് എന്ന് ഈ സന്ദർഭത്തിൽ എല്ലാവരും ഓർമ്മിപ്പിക്കുകയാണ്. എല്ലാവരുടെയും കൂട്ടായ സഹായ സഹകരണങ്ങൾ തുടർന്നും ആശുപത്രിക്ക് ഉണ്ടാവണം. നമുക്കതൊരു മികവിൻ്റെ കേന്ദ്രമാക്കി, ആരോഗ്യ മേഖലയിലെ ഒരു നല്ല സ്ഥാപനമാക്കി, ഈ ജില്ലയിലെ തന്നെ നല്ല സ്ഥാപനമാക്കി മാറ്റാൻ വേണ്ട ക്രമീകരണങ്ങൾ നമുക്ക് ചെയ്യേണ്ടതുണ്ട്. 1999 കൊണ്ടാഴിയിൽ ഹോമിയോപ്പതി ഡിസ്പെൻസറി ആരംഭിച്ചത്. പിന്നീട് 2021 മാതൃക ഡിസ്പെൻസറിയായും ആയുഷ് ഹെൽത്ത് വെൽനസ് സെന്ററായും ഉയർത്തപ്പെടുകയും ചെയ്തു. ഇതിന്റെ ഭാഗമായി നാഷണൽ ആയുഷ് മിഷന്റെ സഹകരണത്തോടെ ഡിസ്പെൻസറിയിൽ സൗജന്യ യോഗ പരിശീലനവും ഔഷധ സസ്യ പരിപാലനവും ബോധവൽക്കരണ ക്ലാസുകളും ആശാ വർക്കർമാരുടെ സേവനവും ആരംഭിച്ചു. സ്ഥാപനം കമ്പ്യൂട്ടർവൽക്കരിക്കുന്നതിനായുള്ള പ്രാരംഭ നടപടികൾ പഞ്ചായത്തിന്റെയും നാഷണൽ ആയുഷ് മിഷന്റെയും സഹകരണത്തോടെ ആരംഭിക്കുന്നു. ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി, നാഷണൽ ആയുഷ് മിഷൻ, ഹോമിയോപ്പതി വകുപ്പ് എന്നിവയുടെ മികച്ച ഇടപെടൽ ഈ നേട്ടത്തിന് പിന്നിലുണ്ടെന്ന് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഷിബിന P വ്യക്തമാക്കി. 1999 ഈ സ്ഥാപനം തുടങ്ങുന്നത്. 2001 മോഡൽ ഡിസ്പെൻസറി ആയിട്ടും മാതൃക ഡിസ്പെൻസറി ആയിട്ടും 2001 തന്നെ ഹെൽത്ത് ആൻഡ് വെൽനസ് സെൻ്റർ ആയിട്ടും ഉയർത്തപ്പെട്ടിട്ടുണ്ട്. നമ്മുടെ ഈ സ്ഥാപനത്തിന് നാഷണൽ ആയുഷ് മിഷൻ്റെയും പഞ്ചായത്ത് ഭരണസമിതിയുടെയും ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും സഹകരണത്തോട് കൂടിയിട്ടാണ്. ഒപ്പം നമ്മുടെ സ്ഥാപനത്തിലുള്ള ജീവനക്കാരുടെയും കൂട്ടായ പ്രവർത്തനത്തിൻ്റെ ഫലമായിട്ടാണ് നമ്മൾ ഈ നാഷണൽ അക്രഡിറ്റേഷൻ നമുക്ക്, അതായത് NABH എൻട്രി ലെവൽ സർട്ടിഫിക്കറ്റ് നമുക്ക് നേടിയെടുക്കാനായത്. ഫാർമസിസ്റ്റ് സുമയ്യ KM, അറ്റൻഡർ ജയശ്രീ EA, യോഗ ട്രെയിനർ ഡോക്ടർ ഫെൻസി ഫ്രാൻസിസ്, പാർട്ട് ടൈം സ്വീപ്പർ സാവിത്രി KN, ആശാ വർക്കർമാരായ ജാൻസി, രാധാമണി, ഗീത, ലത, സരസ്വതി എന്നിവരുടെ സേവനവും സ്ഥാപനത്തിന് മുതൽക്കൂട്ടായി വരികയാണ്.
2021 നവംബർ മുതലാണ് നമ്മുടെ ഡിസ്പെൻസറിയിലെ സ്ത്രീകൾക്കും പുരുഷന്മാർക്കായിട്ടുള്ള യോഗ ക്ലാസ്സുകൾ തുടങ്ങിയത്. ഇപ്പോൾ അത് കണ്ടിന്യൂ ചെയ്ത് വരുന്നുണ്ട്. പിന്നെ എല്ലാ വാർഡിലും ആശാ വർക്കേഴ്സിൻ്റെ സഹായത്തോടെ എല്ലാ വാർഡിലും ഔട്ട്റീച്ച് ആക്ടിവിറ്റീസ് നടത്തുന്നുണ്ട്. ഒപ്പം IEC പ്രോഗ്രാമും നടത്തുന്നുണ്ട്. കൊല്ലത്തിൽ 2 വട്ടം യോഗ ഡേ ദിവസവും ഒരു കോമൺ ആയിട്ട് ഒരു IEC പ്രോഗ്രാം നടത്തുന്നുണ്ട്. ഇനിയും മികവിന്റെ ഉയരങ്ങൾ താണ്ടുവാനുള്ള പ്രയത്നത്തിലാണ് ഏവരും. CCV ന്യൂസ്, കൊണ്ടാഴി.